അങ്ങനെ വീണ്ടും ഒരു കേരള കോൺഗ്രസ് കൂടി ഉണ്ടാകാനുള്ള സാധ്യത വരുന്നു. അത് കേരള കോൺഗ്രസ് ആയിട്ട് തന്നെ വേണോ, അതോ പിന്നെ UDF-ലേക്ക് പോകണോ, അതോ ജോസഫ് ഗ്രൂപ്പിൽ ലയിക്കണമോ എന്നൊക്കെയുള്ള വലിയ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ലയിക്കാനൊക്കെ തീരുമാനിച്ചാലും MLA-മാരില്ല. അതുകൊണ്ട് ജോസഫ് ഗ്രൂപ്പിൽ 8 പേര് മത്സരിച്ച് 7 പേര് ജയിച്ചു. ഇനി കൂടുതൽ MLA-മാരെ കൊടുക്കാൻ കഴിയത്തില്ല. കൂടുതൽ MLA-മാരെ അങ്ങോട്ട് കയറ്റാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് 1-2 MLA-മാരുണ്ടെ അങ്ങോട്ട് കയറ്റാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ മന്ത്രിമാരുടെ എണ്ണമൊക്കെ കൂടുതൽ ചോദിക്കാമായിരുന്നു. പക്ഷേ അത് പറ്റത്തില്ല. 5 പേർക്കൊരു മന്ത്രി എന്നുള്ള കണക്കിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ 62 പേരുള്ള പിന്നെ 62 പേര് ജയിച്ചിട്ടുള്ള കോൺഗ്രസ്സിന് 12 മന്ത്രിമാർ, 5 വെച്ചിട്ട് 20 പേര് ജയിച്ചിട്ടുള്ള ലീഗിന് 4, ചിലപ്പോൾ അത് 5-ലേക്ക് പോകാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം 7 കേരള കോൺഗ്രസ്സിന് 1, 5-ന് 1 പിന്നെ 10 ആയാലേ 2 കിട്ടുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക് പോണത്. പിന്നെ സിംഗിൾ മാൻ ആർമികൾക്കെല്ലാം ഓരോന്ന് കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതിശാസ്ത്രം പോകണം. പക്ഷേ എന്തായാലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പിളരുന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. വലിയ വാർത്തയാണ് കോട്ടയത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും LDF-ൽ തന്നെ തുടരണം എന്നൊരു വിഭാഗം ചിന്തിക്കുമ്പോൾ, ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗം ചിന്തിക്കുന്നത് UDF-ലേക്ക് പോകണം. മൂന്നാമതൊരു ചിന്ത വരുന്നത് UDF-ൻ്റെ ഭാഗമായിട്ട് ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിക്കണം എന്നുള്ളൊരു ചർച്ചയും വരുന്നുണ്ട്. അപ്പോൾ ജോസഫ് ഗ്രൂപ്പിൽ ലയിക്കുമോ, അതോ ഇനി പിന്നെ അതെ പുതിയ പാർട്ടി ഉണ്ടാക്കുമോ, കേരള കോൺഗ്രസ് പിളരുമോ എന്നുള്ളത് വളരെ വലിയ ചോദ്യമാണ്. ഇതിനിടയിൽ കോട്ടയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത്, അണികളായിട്ടുള്ള നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേർന്ന് കഴിഞ്ഞു. അത് വലിയ തോതിലാണ് അണികളുടെ ഒഴുക്ക് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാലായിലായാലും ഈരാറ്റുപേട്ടയായാലും അതുപോലെ കാഞ്ഞിരപ്പള്ളിയിലായാലും എല്ലായിടത്തും. കാരണം ഇത്രയും വലിയൊരു തോൽവി ചരിത്രത്തിലില്ലാത്ത, പ്രത്യേകിച്ച് എന്തായാലും പൂഞ്ഞാറിലും സെബാസ്റ്റ്യൻ കളത്തുങ്കലും അതുപോലെ പൂഞ്ഞാറിൽ ഡോക്ടർ ജയരാജും ഒക്കെ ജയിക്കേണ്ടതാണ്. കാരണം ഡോക്ടർ ജയരാജ് എന്നൊക്കെ പറയുന്നത് പിന്നെ വളരെ 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 വലിയ ഒരു പിതൃത്വമുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ദീർഘകാലം MLA ആയിരുന്നു, ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. വളരെ വലിയ കാഞ്ഞിരപ്പള്ളിയിൽ വലിയ സ്വാധീനമുള്ള ഒരു കുടുംബമാണ് ഈ ഡോക്ടർ ജയരാജിൻ്റെ കുടുംബം. അദ്ദേഹം വളരെ സൗമ്യനാണ്, എല്ലാവരുമായിട്ടും വലിയ സൗഹൃദത്തിൽ കഴിയുന്ന വളരെ നല്ല MLA-യുമായിരുന്നു ഡോക്ടർ ജയരാജൻ. അതുകൊണ്ട് അദ്ദേഹം ജയിക്കുമെന്നാണ്, 10,000 വോട്ടിനെങ്കിലും ജയരാജൻ ജയിക്കുമെന്നാണ് എല്ലാവരും വിചാരം. പക്ഷേ അത് നടന്നില്ല. അത് ചീഫ് വിപ്പായിരുന്നു. നല്ല മനുഷ്യനാണ്. ഞാനും അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് ഫംഗ്ഷനുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. നല്ല അറിവുള്ള ആളാണ്, ആഴത്തിൽ വായിക്കുന്ന ആളാണ്, പരപ്പിലും ആഴത്തിലും വായിക്കും, നന്നായി എഴുതും. അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള പഴയ ഡെപ്യൂട്ടി സ്പീക്കറുടെ മകനാണ്. NSS-നുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ പഴയ NSS-ഉമായിട്ടൊക്കെ നായർ സർവീസ് സൊസൈറ്റിയായിട്ടൊക്കെ ബന്ധമുള്ള അദ്ദേഹത്തിൻ്റെ മകനാണ്. അപ്പോൾ നാരായണക്കുറുപ്പിൻ്റെ മകനാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ സ്വാധീനമുള്ള മനുഷ്യനാണ്. അതുപോലെ പൂഞ്ഞാറിൽ ഇപ്പോൾ UDF-ആണ് ജയിച്ചത്. ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയൊന്നും അത്ര പ്രമുഖനൊന്നും ആയിരുന്നില്ല. പക്ഷേ എന്നിട്ട് പ്രമുഖൻ മീൻസ് പോപ്പുലർ ആയിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം ജയിച്ചു, അവിടെ നിന്ന് ജയിച്ചു. അപ്പോൾ എന്തായാലും പാലായിൽ ജോസ് കെ മാണി തോറ്റു. വളരെ വലിയ തോതിലാണ് റോഷി അഗസ്റ്റിൻ വലിയ വോട്ടിനാണ് CO പൗലോസിനോട് തോറ്റത്. പൗലോസ് മന്ത്രിയാവുകയും കൂടെ ചെയ്ത കഥ എല്ലാം മാറും. ഇടുക്കി രൂപം എല്ലാം മാറും. മോൻസ് ജോസഫ് മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. അബു ജോൺ ജോസഫ് മന്ത്രിയാകാനുള്ള ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ പല രൂപത്തിലാണ് ഇത്രയും ആളുകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് രണ്ടാകുമോ പിളരുമോ എന്നുള്ളതാണ്. 2 വാടിക്കരിഞ്ഞു. ഇപ്പോൾ അത് 2 തളർക്കുമോ, 1 തന്നെ തളർത്ത് വരുമോ എന്നുള്ളതാണ് കോട്ടയത്തെ അരമനകളിലും അതുപോലെ പള്ളികളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുമൊക്കെ ചർച്ചാ വിഷയം. കാരണം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു പാർട്ടിയാണ്. അതുകൊണ്ടാണ്. അല്ലാതെ അവരല്ല, അരമനയിലല്ല ഇതൊന്ന് തീരുമാനിക്കുന്നത് പാർട്ടിക്കാർ തന്നെയാണ്. പക്ഷേ അവിടെയൊക്കെ ഒരു കൗതുകമുണ്ട് സംസാരത്തിൽ. കാരണം അച്ഛന്മാരും ബിഷപ്പുമാരും എല്ലാം ഈ കേരള കോൺഗ്രസ് പാർട്ടിയുമായി ഒരു ബന്ധമുള്ളതുകൊണ്ട് ഒരു സംഭാഷണം വരും അവിടെ ആളുകൾ സംസാരിക്കും. ഇതിങ്ങനെയാണല്ലോ നമ്മുടെ പാർട്ടി, നമ്മുടെ ജോസച്ചൻ്റെ കുഞ്ഞുമാണിയുടെ പാർട്ടി എന്തായി എന്നുള്ളൊരു സംസാരം സ്വാഭാവികമായിട്ട് അവിടെ എല്ലായിടത്തും ഉണ്ടാകും. വളരെ ഗൗരവപരമായിട്ടാണ് ആലോചിക്കുന്നത്. ഇതിനിടയിൽ നിഷ ജോസ് കെ മാണിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. തോൽവികൾ അങ്ങനെ വിഷയമല്ല, ഞങ്ങൾ ഇങ്ങനെ തോറ്റുപോയെങ്കിലും വീണ്ടും സജീവമായി അച്ചായനോടൊപ്പം നിൽക്കുമെന്നൊക്കെ പറയുന്ന ഒരു വൈകാരികമായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. സംഗതിയെല്ലാം ശരി തന്നെയാണ്. പക്ഷേ എന്തായാലും തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടിക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പാർട്ടികൾ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊന്നും അധികാരമില്ലെങ്കിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർ നല്ല സമരം ചെയ്യും. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ പാലക്കാട്, അവർ എന്തൊരു ഉശിരോടുകൂടിയാണ് സമരം ചെയ്യുന്നത്. SFI പിള്ളേരൊക്കെ കയറി നിന്ന് എറിഞ്ഞ് മറക്കുകയാണ്. പിഷാരടിയുടെ ജാഥ എറിയുന്നു, ജാഥയിൽ നിന്ന് ലീഗുകാർ അങ്ങോട്ട് എറിയുന്നു, വലിയ മാർച്ച് നടക്കുന്നു. അവിടുത്തെ കംപ്ലീറ്റ് കോൺഗ്രസിൻ്റെ ബോർഡ് അടിച്ച് പൊളിച്ച്, ടൗണിലെ മുഴുവൻ UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും ബോർഡെല്ലാം കത്തിച്ച് അടിച്ച് പൊളിച്ച് വേണ്ട ബഹളം ഉണ്ടാക്കി. എന്നിട്ട് കരുത്തും കാണിച്ചു. എന്നിട്ട് പാലക്കാട്ടെ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഭരണമുണ്ടായിരുന്നപ്പോൾ ഒരുപാട് പരിമിതി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഭരണമൊന്നുമില്ല, ഞങ്ങൾക്ക്
മുകളിൽ ആകാശം താഴെ ഭൂമി ഇടയ്ക്ക് കടൽ, ഞങ്ങൾ എന്ത് വേണം ചെയ്തു കളയും എന്ന് ബാലനും പറഞ്ഞായിരുന്നു. ഇത് കേരളം മുഴുക്ക ഞങ്ങൾ വ്യാപിപ്പിക്കുമെന്നൊക്കെ. അപ്പോൾ വളരെ വലിയ സംഘർഷമാണ് നടന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ അത് ഒരു പാലക്കാടാണ് നടന്നതെങ്കിലും ഈ ഒരു രീതി പറയുമ്പോൾ ഈ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ലെങ്കിൽ, ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രശ്നമില്ല, അവർ സമരവും മറ്റ് വർഗ ബഹുജന പരിപാടികളായിട്ടൊക്കെ നടക്കും. പക്ഷേ കേരള കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടിക്ക് അത് എളുപ്പമല്ല. അവർക്ക് ഭരണമില്ലെങ്കിൽ, ഇനി 5 വർഷം ഭരണമില്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 10 വർഷത്തിൻ്റെ ഭരണം ഉണ്ടായിരുന്നെങ്കിലും ഇനി 5 വർഷം ഭരണമില്ലാതിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടാതെ പോകും. ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് പിളർന്നാലും അത്ഭുതമില്ല. ഇപ്പോൾ പിളർപ്പിൻ്റെ ചർച്ചകളാണ് നടക്കുന്നത്. ഒരു വിഭാഗത്തിന് ജോസഫ് ഗ്രൂപ്പിൽ ലയിക്കണമെന്ന്, മറ്റൊരു വിഭാഗത്തിന് സ്വതന്ത്രമായൊരു പാർട്ടി ഉണ്ടാക്കി UDF-ലേക്ക് പോകണമെന്ന്. UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 102 സീറ്റ് ഉണ്ടെങ്കിലും ഇനിയും ഘടകകക്ഷികൾ വന്നാൽ അവരെടുക്കാനും തയ്യാറാകും. കാരണം നേരത്തെ തന്നെ ജോസ് കെ മാണി സംഘത്തെയൊക്കെ സ്വീകരിച്ചതാണ്. അതുകൊണ്ട് സ്വീകരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ വന്നാലും ഏതെങ്കിലും കോർപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ ബോർഡിൻ്റെയൊക്കെ ചെയർമാൻഷിപ്പോ മെമ്പർഷിപ്പൊക്കെ അംഗത്വമൊക്കെ കൊടുക്കാൻ കഴിയുകയുള്ളൂ. MLA ആയിട്ട് എന്തായാലും കൊടുക്കാനോ അതിലൂടെ മന്ത്രിസ്ഥാനം കൊടുക്കാനോ കഴിയില്ല എന്നുള്ളൊരു വലിയ പരിമിതിയുമുണ്ട്.